ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറിലുള്ള ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇവിടെ ഏറ്റവും പുതിയൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മൂന്നാറിലേക്ക് വന്നത്. പക്ഷേ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് മഴയായിപ്പോയി. നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കയറിയിട്ട് ആ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നല്ല ചൂടടിച്ചാണ് ഞാൻ മൂന്നാറിലേക്ക് എത്തിയെങ്കിലും മൂന്നാർ വന്നതിന് ശേഷം നല്ല അടിപൊളി മഴ പെയ്തു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പകൽ ചൂടും രാത്രി നല്ല തണുപ്പുമാണ് മൂന്നാറിലെ കാലാവസ്ഥ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ നമ്മൾ ഗാർഡനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം ഓരോരോ ഐറ്റങ്ങൾ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഗാർഡൻ്റെ പ്രത്യേകത. നമ്മൾ മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് പോകുന്ന വഴിക്ക് ഏകദേശം മൂന്നാറിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കാണാം. പോകുന്ന വഴിക്ക് 2 സൈഡും ധാരാളം പുഷ്പങ്ങൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ധാരാളം ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഈ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡാണ്, പ്രത്യേകിച്ച് അവധി ദിവസമല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം, അതായത് മെയ് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഈ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഫ്ലവർ ഷോ അരങ്ങേറുകയാണ്. അപ്പോൾ അതിൻ്റെ തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം മൂന്നാറിൽ എത്തിച്ചേർന്ന ഈ ഗാർഡൻ സന്ദർശിക്കുന്നവർക്ക് ഫ്ലവർ ഷോ മാത്രമല്ല, ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. നമ്മൾ ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, മഴയായതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറാൻ ഇങ്ങനെ ഒരു സംശയത്തിന് നിഴലിൽ നിൽക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ സംഭവം ക്ലോസ് ചെയ്തു. വേറെ ഒന്നുമല്ല, മഴ പെയ്തുകൊണ്ടാണ്. ഇനി മഴ മാറിയതിന് ശേഷം ഈ ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിലുള്ള വെള്ളം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനകത്ത് പ്രവേശനമുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നവർ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഇത് കയറി നിന്നാൽ മൂന്നാറിൻ്റെ ഒരു വിശാലമായിരിക്കുന്ന ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സത്യത്തിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്ന് പകലും കയറണം, രാത്രിയിലെ വിഷയം നിങ്ങളെ കാണിക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ വന്നത്. പക്ഷേ മഴ നമ്മളെ ചതിച്ചില്ലേ. എന്നാൽ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് നിരവധിയായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, ധാരാളം പുഷ്പങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അങ്ങനെ നിന്നപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ പ്രകൃതിയുടെ ദൃശ്യം എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൂക്കളുടെ കാഴ്ചകൾ കാണാമല്ലോ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പുഷ്പങ്ങളുടെ ഒരു കേന്ദ്രമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി പുഷ്പങ്ങൾ മാത്രമല്ല, അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന, ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചകൾ അതിലേറെ മനോഹരമാണ്. നിങ്ങൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡന്. ശരിക്കും മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോൾ നിങ്ങൾക്ക് റോഡിൽ നിന്ന് തന്നെ ഈ ഒരു ഗാർഡൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവിടെ മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ നിരവധിയായിട്ടുള്ള മറ്റു കുറേ കാഴ്ചകളുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടും വീഡിയോഗ്രാഫിയും ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. രാവിലെ മൂന്നാറിൽ വന്ന് തേയിലക്കാടും അതുപോലെ തന്നെ മലനിരകളൊക്കെ കണ്ടിട്ട് ഈവനിങ്ങോടുകൂടി ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ ലൈറ്റപ്പും ധാരാളം പുഷ്പങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം വൈബ് സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു മൂഡായിട്ട് മാത്രമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങിപ്പോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളും അതുപോലെ ഒരുപാട് ഏരിയകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പാർക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ഹഡുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് സോറ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറച്ച് നേരം ഈ പാർക്കിൻ്റെ അകത്ത് ചിലവഴിക്കാൻ പറ്റിയ നിരവധിയായിട്ടുള്ള ഏരിയകളുണ്ട് കേട്ടോ. ഇതേ നോക്കിയ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ച ഒരു ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതിന് തൊട്ട് താഴേക്കിടെയാണ് നമ്മൾ മുമ്പ് കണ്ട ആ ഗാർഡനിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ.
മഴയൊക്കെ മാറിയതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ള ശ്രുതി നമുക്ക് കിട്ടി. എന്താണെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമുക്ക് പോകാം അല്ലേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിലെ എൻട്രി ഫീസ് 100 രൂപയാണ്. കുട്ടികൾക്ക് 50 രൂപയും അതുപോലെ ക്യാമറയ്ക്ക് 150 രൂപയും ആൽബം മറ്റു കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ 5000 10,000 അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ ഇറങ്ങി എടുത്ത് താഴോട്ട് വരുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 250 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ കുട്ടികൾക്ക് 200 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇനി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം അല്ലേ. അങ്ങനെ കൂട്ടുകാരെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാനും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ധാരാളം ക്രൗഡാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ശരിക്കും ഒരു ടൈമിന് 20 പേരെ മാത്രമാണ് ഇതിനകത്ത് പ്രവേശിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കയറാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കൊട, ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റത്തില്ല. അതുപോലെ ചെരുപ്പ്, ഷൂവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഊരിയിടണം. നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ടാകും. മൊബൈൽ ഫോണിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ എടുക്കാം. നമുക്ക് ഇതിനകത്ത് ചിലവഴിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 10 മിനിറ്റാണ്. തിരക്ക് കൂടുതലുള്ളപ്പോൾ അതിലും താഴെയാകാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ കുറച്ച് ദൂരം നമ്മൾ ഒരു ചെറിയ പാലത്തേക്കിടെ കടന്നു വന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. താഴെ അഗാധമായ കുഴിയാണ്. ശരിക്കും വേറൊരു ലെവലിലാണ് നമുക്ക് പിന്നെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടോപ്പിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു അസാധ്യമായ കാഴ്ച. പ്രത്യേകിച്ച് മൂന്നാറിനെ ഒരു വിശാലമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ ടവറെ കയറി നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഏറ്റവും പുതിയതും ഏറ്റവും ലേറ്റസ്റ്റുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്നാണെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് പാലം അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പാലത്തേക്ക് കയറി വരണം. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജ് വിത്ത് വാച്ച് ടവറും കൂടെ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കയറി നിന്ന് കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ് കേട്ടോ. എൻ്റെ പോലെ ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വേറെ ലെവലാണ്. രാത്രിയിലാണെങ്കിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ വരുന്ന മനോഹരമായ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നാലും ഇഷ്ടംപോലെ ആളുകളാണ് ഈ വാച്ച് ടവറിൽ, ഗ്ലാസ് ബ്രിഡ്ജ് വാച്ച് ടവറിൽ കയറി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് തന്നെ ഇത് കയറുകയാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. കാരണം വെച്ചാൽ ഈ ലൈറ്റപ്പ് ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. പകലാണെങ്കിൽ ഇതുപോലെ മൂന്നാറിൻ്റെ ഒരു 360 വൈഡിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ ചെറിയ സൺസെറ്റൊക്കെ ഇങ്ങനെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പൊന്നെ അസാധ്യമായ കാഴ്ചയാണ്. നല്ല അടിപൊളി ഫൗണ്ടനാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് അവർ ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി കാഴ്ച കേട്ടോ. കുറേ നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നവർക്ക് 10 മിനിറ്റ് മാത്രമാണുള്ളത്. തിരക്ക് കൂടിയാൽ ഒരു പക്ഷേ അത് കുറയാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഒരു വേറിട്ട കാഴ്ചയുടെ അനുഭവം തന്നെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഞാനതിൻ്റെ ഏറ്റവും അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു നൈറ്റ് വ്യൂ നമുക്ക്, പ്രത്യേകിച്ച് മൂന്നാറിൻ്റെ ഒരു നൈറ്റ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വേണം തിരിച്ച് നമ്മൾ മെയിൻ എൻട്രിയിലേക്ക് വരാൻ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ക്രോസ് ഉണ്ട്. ആ ക്രോസിൽ കയറി നിന്നാൽ നമുക്ക് വാട്ടർ ഫൗണ്ടൻ്റെ ഒരു കാഴ്ചയും കൂടി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാമല്ലേ. ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് ഫൗണ്ടൻ്റെ ഒരു അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കി കളർ മാറി വരുന്ന ഫൗണ്ടൻ.
ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടും അതുപോലെ വീഡിയോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ള കാഴ്ചകൾ നല്ല ലൈറ്റപ്പ് കിട്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാട്ടർഫോളിൻ്റെ കാഴ്ചകളുണ്ട്. ശരിക്കും നല്ല തിരക്കുള്ള ദിവസം 2 ഷോയും അല്ലാത്ത ദിവസം 1 ഷോയുമാണ് വാട്ടർ ഫൗണ്ടൻ്റെ ഉള്ളത്. ഏതാണ്ട് ഒരു 7:30 കൂടി ആദ്യത്തെ ഷോ ആരംഭിക്കും കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ലൈറ്റപ്പിൻ്റെ കാഴ്ചകൾ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതുവഴിയൊക്കെ കടന്നു പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ വേറൊരു ഫീലാണ് നമുക്ക് കിട്ടണേ. അപ്പോൾ ഇനി വാട്ടർ ഫൗണ്ടൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മൂന്നാർ വന്നാൽ ഉറപ്പായിട്ട് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഏറ്റവും പുതിയ വിശേഷമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് ഗ്ലാസ് ബ്രിഡ്ജ് വിത്ത് ടവർ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.